അപ്പോൾ അതാ നമ്മളും ഫിറോസ് ഖാൻ്റെ വൈറലായിട്ടുള്ള പൊന്നാങ്കണ്ണി ചീര ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് 4 ചോടാണ് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുള്ളത്. ഇത് നമ്മുടെ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ കൃഷി ചെയ്യാൻ പോണത്. അപ്പോൾ വാങ്ങി നമുക്ക് എങ്ങനെയാണ് ടെറസിൻ്റെ മുകളിൽ നടന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചീര നടാൻ പോകുന്നത് ഇതേപോലത്തെ പഴയ ഫ്രിഡ്ജിൻ്റെ പെട്ടിയിലാണ് കേട്ടോ. അപ്പോൾ ഇത് എവിടുന്നാണ് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ പഴയ സാധനങ്ങളൊക്കെ വിൽക്കൂലേ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് 100 രൂപയ്ക്ക് 150 രൂപയ്ക്ക് നമുക്കിത് വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പെട്ടിയിലേക്ക് ചകിരിത്തൊണ്ടാണ് വെച്ച് കൊടുക്കുന്നത്. 2 ലെയറായിട്ട് നമ്മൾ ചകിരിത്തൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ചകിരിത്തൊണ്ട് വെക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളമൊക്കെ നനയ്ക്കുമല്ലോ ചീരയൊക്കെ നട്ടതിന് ശേഷം. അപ്പോൾ ആ ഒഴിക്കുന്ന വെള്ളം പെട്ടെന്ന് വലിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ആ ഈർപ്പ് അതിൽ തന്നെ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ചകിരിത്തൊണ്ട് വെച്ച് കൊടുക്കുന്നത്. ചകിരിത്തൊണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പെട്ടിയിൽ മണ്ണ് നിറയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ മണ്ണിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്തേക്കുന്നത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മണ്ണ് പെട്ടിയിലേക്ക് നിറച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ നിറച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തുള്ള വലിയ വലിയ കല്ലുകളും ചപ്പുകളും ഒക്കെ നമ്മൾ പെറുക്കി കളയണം. ചീര നടുമ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചീര തടങ്ങളതൊക്കെ നമ്മൾ സെറ്റാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ചീര പാക്കറ്റ് പൊട്ടിക്കാൻ. നമ്മൾ വീഡിയോയിൽ മാത്രമേ പൊന്നാങ്കണ്ണി ചീര കണ്ടിട്ടുള്ളൂ, നേരിൽ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ 4 ചോടാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. 4 ചോട് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം, എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കണമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിറോസ് ഖാൻ്റെ വൈറലായിക്കൊണ്ടിരിക്കുന്ന പൊന്നാങ്കണ്ണി ചീര കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 4 പാക്കറ്റും ഒന്ന് പൊട്ടിച്ചെടുക്കാവേ. അപ്പോൾ നമ്മൾ പൊന്നാങ്കണ്ണി ചീരൻ്റെ 4 പാക്കറ്റും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേരൊന്നും പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി അവിടുത്തെ ചുട്ടിപ്പാറയിലെ മണ്ണടക്കമാണ് നമുക്ക് പാക്കേജാക്കി അയച്ചു തന്നിട്ടുള്ളത്. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഫസ്റ്റ് ചോടാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോടും ഇതേപോലെ തന്നെ പാക്കേജ് ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇത് എടുത്തിട്ട്, ഇത് കണ്ടോ, ഈ റബ്ബർ ബാൻഡൊക്കെ അയച്ചിട്ട് വേണ്ടോ നമ്മളിത് എടുക്കാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ 2 ചോടാണ് നമ്മുടെ ടെറസിൽ നടാൻ പോണത്. ബാക്കി 2 ചോട് നമ്മുടെ പറമ്പിലേ നടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏത് പച്ചക്കറി നടുകയാണേലും ആദ്യം ടെറസിൻ്റെ മുകളിലാണ് നടുക, അതിനുശേഷം മാത്രമേ ഞാൻ പറമ്പിൽ നടത്തുള്ളൂ. അതിനി നമ്മുടെ എന്ത് തന്നെ പച്ചക്കറി ആയിക്കോട്ടെ അതെല്ലാം ഞാൻ ടെറസിൻ്റെ മുകളിലാണ് നട്ടു വളർത്തിയെടുക്കുന്നത്. അപ്പോൾ ഇനി സ്ഥലം ഇല്ലാന്നും പറഞ്ഞ് ആരും വിഷമിച്ചിരിക്കരുത്. ഇതേപോലെ ഒരു ടെറസ് മാത്രം ഉണ്ടായാൽ നമുക്ക് എത്ര പച്ചക്കറി വേണമെങ്കിലും നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നട്ടു വളർത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര വരെ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നട്ടു വളർത്തിയെടുക്കാൻ പോവാണ്. അപ്പോൾ പൊന്നാങ്കണ്ണി ചീര നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ ചെറിയ കൊമ്പുകൾ ഒടിച്ചു കുത്തുകയാണേ വേണ്ടത്. ഇപ്പം ഞാൻ ചെയ്യുന്ന കണ്ടോ, ഇതേ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര മുഴുവനും നട്ടിട്ടുണ്ട്. പക്ഷെ 2 ചോട് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് പറമ്പിൽ നടാൻ വേണ്ടി. ഇതിപ്പോൾ നമ്മൾ 2 എണ്ണം നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നട്ടതാണ്. നമ്മൾ എന്ത് കിട്ടില്ല നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കൂട്ടോ. അതാണ് നമ്മുടെ ടെറസിൻ്റെ മുകളിലാണ് നമ്മൾ കൂടുതൽ പച്ചക്കറി ഉണ്ടാക്കുക. കാരണം തക്കാളി ആയാലും ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. തക്കാളി, വെള്ളരി എല്ലാം ഞാനിപ്പോൾ രണ്ടാമതും തക്കാളിയൊക്കെ നട്ടിട്ടുണ്ട്. മഴ മാറിയപ്പോഴത്തേനും തക്കാളിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പൊന്നാങ്കണ്ണി ചീരയാണ് ഇതേപോലെ ഫ്രിഡ്ജിൻ്റെ പെട്ടിക്കകത്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ ഓർഡർ കൊടുത്തോളൂ. നമുക്ക് ഈ ചീര നട്ടു വളർത്തിയെടുക്കാൻ ഒരുപാട് സ്ഥലമൊന്നും വേണ്ട, നമ്മുടെ ടെറസ് മാത്രം മതി. ഒരു ടെറസ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് പൊന്നാങ്കണ്ണി ചീര ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി സമയം കളയണ്ട, വേഗം തന്നെ വാങ്ങിക്കോളൂ. അപ്പോൾ നമ്മുടെ ഈ ചീര ഉണ്ടായതിനു ശേഷമുള്ള പുതിയൊരു വിശേഷമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരത്തേക്കും ബൈ.